ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 200ാമത്തെ കപ്പൽ നങ്കൂരമിട്ടു. ഇന്ന് വിഴിഞ്ഞത്തെത്തുന്നത് 5 കപ്പലുകൾ. മുംബൈയിൽ കണ്ടെത്തിയ മലപ്പുറം സ്വദേശികളായ പെൺകുട്ടികളുമായി കേരള പോലീസ് വൈകിട്ടോടെ നാട്ടിലേക്ക് യാത്ര തിരിക്കും. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ശമനമില്ല. തൃശൂരും പാലക്കാടും ജാഗ്രതാ നിർദ്ദേശം. അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതൽ പതിച്ചത് കൊട്ടാരക്കരയിൽ. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് തുടക്കം. പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മറ്റന്നാൾ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 200ാമത്തെ കപ്പൽ എത്തി. എഎസ് അൽവയാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ആകെ 5 കപ്പലുകളാണ് ഇന്ന് വിഴിഞ്ഞത്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജേഡ് സർവീസിലെ എംഎസ്സി മിയ എന്ന വമ്പൻ കപ്പലും ഇന്ന് വിഴിഞ്ഞത്ത് എത്തും. സിംഗപ്പൂരിൽ നിന്ന് പോർച്ചുഗലിലേക്ക് പോകും വഴിയാണ് വിഴിഞ്ഞത്ത് ചരക്ക് നീക്കത്തിനായി എംഎസ് മിയ എത്തുക. 3.98 ലക്ഷം TEU കണ്ടെയ്നർ ആണ് വിഴിഞ്ഞത്ത് തുറമുഖത്ത് ഇതുവരെ കൈകാര്യം ചെയ്തത്. മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ മലപ്പുറം താനൂർ സ്വദേശികളായ 2 പെൺകുട്ടികളുമായി കേരള പോലീസ് വൈകിട്ടോടെ കേരളത്തിലേക്ക് യാത്ര തിരിക്കും. ഇവരെ നാളെ ഉച്ചയോടെ നാട്ടിലെത്തിക്കുമെന്ന് മലപ്പുറം എസ്പി ആർ വിശ്വനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവര് മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിന്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോട് കൂടിയാണ് ഒരു പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ കെയർ ഹോമിലാണ് കുട്ടികൾ ഉള്ളത്. കുട്ടികളെ തിരികെ എത്തിക്കാനായി ഇന്ന് രാവിലെയാണ് തിരൂർ പോലീസ് പൂനെയിൽ എത്തിയത്. ഇന്നലെ മുംബൈ ലോണാവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ രാവിലെ തല കറങ്ങി വീണു. ഇയാളെ കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരിച്ച് എത്തിച്ചു. കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പ്രതി ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ശമനമില്ല. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് പകൽ 10 മുതൽ 3 മണിവരെ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ UV രശ്മികൾ പതിച്ചത് കൊല്ലം കൊട്ടാരക്കരയിലാണ്. ഇവിടെ ഓറഞ്ച് അലർട്ടാണ്. നികുതിദായകരെ സഹായിക്കുന്നതിനായി ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ആയകാർ സേവാ കേന്ദ്രത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ആദായ നികുതി ചീഫ് കമ്മീഷണർ അസിത് സിംഗ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ഇൻകം ടാക്സ് ഓഫീസർ VJ അർണോൾഡ് രഞ്ജിത്ത്. തിരുവനന്തപുരം ആദായ നികുതി ചീഫ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ബ്രാഞ്ചുമായി സംയുക്തമായി ചേർന്ന് ഇൻകം ടാക്സ് ഓഫീസ് ആസ്കിൽ സജ്ജമാക്കിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. നികുതിദായകർക്കും പെൻഷനേഴ്സിനും ചെറുകിട ബിസിനസ്സുകാർക്കും ഈ ഹെൽപ്പ് ഡെസ്ക് ഉപയോഗപ്രദമായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനം 2ാം ദിവസത്തിൽ. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് ചർച്ച നടന്നിരുന്നു. ഞായറാഴ്ച സമ്മേളനം സമാപിക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തീരുമാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺഫറൻസ് നാളെ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്.
അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്ക് വനിതാ രത്ന പുരസ്കാരം സമ്മാനിക്കും. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിന സന്ദേശം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രോത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് തുടക്കമാകും. ഇത്തവണ 592 ബാലന്മാരാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഉത്സവം തുടങ്ങിയതോടെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 13-ന് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ രണ്ടാം വിജ്ഞാപനം ഇന്ന് PSC പ്രസിദ്ധീകരിക്കും. 3 കാറ്റഗറികളിലായിട്ടാകും വിജ്ഞാപനം. ഒറ്റഘട്ടമായി നടത്തുന്ന പ്രാഥമിക പരീക്ഷ ഈ വർഷം ജൂൺ 14-നും മുഖ്യപരീക്ഷ ഒക്ടോബർ 17, 18 തീയതികളിലും നടക്കും. 2026 ഫെബ്രുവരിയിൽ അന്തിമ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ തനത് തെങ്ങിനത്തിന്റെ സംരക്ഷണവും വിപുലീകരണവും ലക്ഷ്യമിട്ട് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തും കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ആവിഷ്കരിച്ച ബഹുവർഷ പരിപാടി ഫലപ്രാപ്തിയിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർകോട്ടെ ബേഡെടുക്ക, മുന്നാട്, കൊളത്തൂർ എന്നീ പ്രദേശങ്ങളിൽ കർഷകർ പരമ്പരാഗതമായി വികസിപ്പിച്ചെടുത്ത പ്രാദേശിക തെങ്ങിനമാണ് ബേഡകം തെങ്ങ്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള ഈ ഇനം ജില്ലയിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും കുറഞ്ഞ പരിചരണത്തിലും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതുവരെ 3500-ൽ കൂടുതൽ തൈകളാണ് മറ്റു ജില്ലകളിലേക്ക് കയറ്റുമതി ചെയ്തത്. ജനിതക മേന്മയുള്ള ബേഡകം ഇനത്തെ സംരക്ഷിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. നാളികേര കൃഷിയിൽ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ബേഡകം വിത്ത് തേങ്ങ സംഭരണവും തെങ്ങിൻ തൈ വിതരണവും കർഷകർക്ക് ഉപകാരപ്രദമാവുന്നതോടൊപ്പം വർഷത്തിൽ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ ഉൽപാദനവും സാധ്യമാക്കുന്നുണ്ട്. ഞായറാഴ്ച നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡുമായി ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ മികച്ച ഫോം കാഴ്ചവെക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെയും ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് കലാശക്കളിക്ക് യോഗ്യത നേടിയത്. മറ്റന്നാൾ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 2:30-ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ന് മത്സരം ആരംഭിക്കും. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരമാണ് ഇത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 130 പോയിന്റ് ഇടിഞ്ഞ് 74,219-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് താഴ്ന്ന് 22,515-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 8,000 രൂപയും പവന് 480 രൂപ കുറഞ്ഞ് 64,000 രൂപയുമായി. കൊല്ലം നീണ്ടകര ഹാർബറിൽ സംഘർഷം. ബോട്ടുകാരും വള്ളക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ചെറുമീനുകളെ ബോട്ടുകാർ പിടികൂടുന്നതിനെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായത്. ഇതേ തുടർന്ന് ഹാർബറിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നോർക്ക വനിതാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സുരക്ഷിത വിദേശ തൊഴിൽ കുടിയേറ്റ നിയമബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വിദേശത്തേക്ക് ഉപരിപഠനത്തിനോ തൊഴിലിനോ പോകുന്ന വനിതകൾക്ക് അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചും സുരക്ഷിതമായ തൊഴിൽ കുടിയേറ്റ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്നു മുതൽ ഈ മാസം 12 വരെ ന്യൂഡൽഹിയിലെ രവീന്ദ്രഭവനിൽ സാഹിത്യോത്സവ് സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മേള ഉദ്ഘാടനം ചെയ്യും. 23 ഭാഷകളിലായി സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്ത് മഹേഷ് ദത്താനി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 200ാമത്തെ കപ്പൽ നങ്കൂരമിട്ടു. ഇന്ന് വിഴിഞ്ഞത്തെത്തുന്നത് 5 കപ്പലുകൾ. മുംബൈയിൽ കണ്ടെത്തിയ മലപ്പുറം സ്വദേശികളായ പെൺകുട്ടികളുമായി കേരള പോലീസ് വൈകിട്ടോടെ നാട്ടിലേക്ക് യാത്ര തിരിക്കും. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ശമനമില്ല. തൃശൂരും പാലക്കാടും ജാഗ്രതാ നിർദ്ദേശം. അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതൽ പതിച്ചത് കൊട്ടാരക്കരയിൽ. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് തുടക്കം. പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മറ്റന്നാൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.